ക്രിക്കറ്റിലെ ഓരോ മാച്ചസിന്റെയും ജയവും തോൽവിയും തീരുമാനിക്കുന്നത് ആ ഒരു ടീമിലെ എല്ലാവരുടെയും എഫേർട്ടിനനുസരിച്ചിരിക്കും. അതിപ്പോൾ ചിലപ്പോൾ ബാറ്റിങ്ങിലാവാം, ബോളിങ്ങിലാവാം, ഫീൽഡിങ്ങിലാവാം. ചില മാച്ചസിൽ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പിഴവ് കാരണമായിരിക്കും ആ മാച്ച് കംപ്ലീറ്റ്ലി തോക്കുന്നത്, അല്ലെങ്കിൽ ആ മാച്ചിലെ ഒരു റിസൾട്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വരുന്ന ചില ക്യാച്ച് ഡ്രോപ്പിൽ ഉണ്ടാവാം. ചില സമയത്ത് കുറെ റൺസ് കൊടുക്കുന്നതിലുണ്ടാവും ഏതെങ്കിലും ഒരു ബോളർ, അല്ലെങ്കിൽ ടോപ്പ് ഓർഡേഴ്സ് നന്നായിട്ട് കളിക്കാണ്ടിരിക്കുമ്പോൾ, മിഡിൽ ഓർഡേഴ്സ് നന്നായിട്ട് കളിക്കാണ്ടിരിക്കുമ്പോൾ, ഒന്നില്ലെങ്കിൽ എൻഡിൽ ഡെത്ത് ഓവറിൽ കളിക്കാൻ പറ്റാണ്ടാവുമ്പോൾ എല്ലാം അതിന്റെ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അത് ഓരോ പിച്ചിന്റെയും ഓരോ മാച്ചിന്റെയും രീതിക്ക് അനുസരിച്ചിരിക്കും ആ ഒരു മാച്ചസ് ഒക്കെ. ഇന്നത്തെ മാച്ചിൽ അത് കംപ്ലീറ്റ്ലി പ്രകടമായിരുന്നു നമ്മുടെ PBKS വേഴ്സസ് RR മാച്ച്. ഇന്നത്തെ മാച്ചിൽ ബാറ്റിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചു. കാരണം 222 റണ്ണ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത പഞ്ചാബ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേസ് ചെയ്തത് ലാസ്റ്റ് 4 ബോൾ ബാക്കി നിൽക്കെ 228 റൺസ് ആണ്. അതും രണ്ടുപേരുടെയും വിക്കറ്റ് പോയത് 4 വിക്കറ്റുകൾ മാത്രമാണ്. അത് മാത്രമല്ല ഓൾമോസ്റ്റ് 20 ഓവറിന് അടുപ്പിച്ച് കളി വന്നിട്ടുണ്ടായിരുന്നു. 4 ബോൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ രണ്ട് ടീമിന്റെയും ഒരു നല്ല കളിയാണ് ശരിക്കും ഇന്ന് കാണാൻ പറ്റിയത്. പക്ഷെ എവിടെയോ കുറച്ച് നന്നായിട്ട് കളിച്ചത് കൊണ്ടും RR ഇന്നത്തെ മാച്ചിൽ ജയിച്ചു എന്ന് പറയാം. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കിട്ടിയായിരുന്നു RRന്, കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങും കിട്ടിയായിരുന്നു RRന്. കഴിഞ്ഞ മാച്ചിൽ 264 റൺസ് എടുത്ത് DC-നെ 265 റൺ എടുത്ത് ചേസ് ചെയ്ത് തോൽപ്പിച്ച ടീമാണ് പഞ്ചാബ്. അതും ഓരോ ഓവർ ബാക്കി നിൽക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ജയിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ടും കൂടി ഇന്നത്തെ മാച്ചിൽ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇന്നത്തെ മാച്ചിലെ സ്റ്റാർസ് എന്ന് പറയുന്നത് RRന് കിടിലൻ തുടക്കം കൊടുത്ത നമ്മുടെ വൈഭവ് സൂര്യവംശി, ഇന്നത്തെയും പോലെ തന്നെ. പിന്നെ നമ്മുടെ ഫെരേര എൻഡിൽ ഗംഭീരമായിട്ട് കളിച്ചു. ഫെരേര ശുഭം ഡൂബെ പാർട്ട്ണർഷിപ്പ്, മാർക്കസ് സ്റ്റോയിനിസ് പഞ്ചാബിന്റെ അവസാനത്തോട്ട് വന്നിട്ട് ആ ഒരു സ്കോറിലോട്ട് എത്തിച്ചത് എല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാച്ച് കുറച്ചും കൂടി ഈസി ആയാണ് RRന് ജയിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത പഞ്ചാബിന് തുടക്കം നന്നാക്കാൻ നമ്മളെ പ്രിയാൻഷാരി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 11 ബോളിൽ 29 റൺ. അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള അടി കുറച്ച് കുറവായിരുന്നു എന്ന് പറയാം പ്രഭ് സിമ്രാന്റെ ഭാഗത്തു നിന്ന്. അത് കഴിഞ്ഞ് പ്രിയാൻഷാരി ഔട്ടായിട്ട് കൂപ്പർ കോഹ്ലി വന്ന സമയത്തും ആ ഒരു സ്ട്രൈക്ക് റേറ്റ് കൂട്ടി തന്നെയാണ് ആൾ അടിച്ചുകൊണ്ടിരുന്നത്. റൺ റേറ്റും മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നത് 10 മേലെ തന്നെ. കൂപ്പർ കോഹ്ലിയും 14 ബോളിൽ 30 റൺ എടുത്തപ്പോൾ എഗെയിൻ 200 മേലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഔട്ടായ സമയത്ത് പ്രഭ് സിമ്രാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്രിസിൽ വരികയും ചെയ്തു. അവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്കോറിനൊന്ന് കുറച്ച് താഴോട്ട് മെല്ലെ മെല്ലെ വരാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സ്കോറിനെ ഒന്ന് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ശരിക്കും നമ്മുടെ പ്രഭ് സിമ്രാൻ ഔട്ടായതും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രേയസ് അയ്യറും ഔട്ടായത്. പ്രഭ് സിമ്രാൻ കഴിഞ്ഞ മാച്ചിൽ 26 ബോളിൽ 76 എടുത്ത ആ ഒരു മാച്ചിന്റെ പെർഫോമൻസ് ഒന്നും ഇന്ന് കാണാൻ വേണ്ടി പറ്റിയില്ല. 44 ബോളിൽ 59 റൺസാണ് എടുത്തത്. 134 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യറിനും കുറച്ച് ടഫായിരുന്നു. പിച്ചിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. അടിക്കുന്ന പവർ ഹിറ്റൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ആ ഒരു പോകുന്ന ബോള് ബൗണ്ടറിയിലോട്ട് എത്താൻ വേണ്ടി കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ഇവരടിക്കുന്ന സമയത്ത്. ഇവരൊക്കെ ഔട്ടായതിനു ശേഷം ഒരാളുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ, മാർക്കസ് സ്റ്റോയിനിസ്. ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ അറിയാം ശരിക്കും പഞ്ചാബിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത്. 22 ബോളിൽ 62 റൺ. ശരിക്കും ഇതിന് മുന്നേ കളിച്ച പ്ലേയേഴ്സ് നമ്മുടെ കോഹ്ലിയും നമ്മുടെ പ്രിയാൻഷാരി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കളിച്ച സമയത്ത് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് അവിടെ? കാരണം അടിച്ചിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മാർക്കസ് സ്റ്റോയിനിസിന് പ്രശ്നമില്ല. 22 ബോൾ 62 റൺ, 280 മേലെ സ്ട്രൈക്ക് റേറ്റ്, 6 6 4 4 ആണ് അടിച്ചത്. അപ്പോൾ ആളടിച്ച ആ ഒരു അടിയിലാണ് ശരിക്ക് 200 മേലെ സ്കോർ പോയത്. ശരിക്കും അവിടെ സ്റ്റോയിനിസിന്റെ ഒരു ഗംഭീര ക്യാമോ ഇല്ലായിരുന്നെങ്കിൽ 150 160 റേഞ്ചിലേക്ക് ഇന്ന് പഞ്ചാബ് തീർന്നേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് RRന് ഭയങ്കര ഒരു ഈസി വിൻ ആയിരുന്നേനെ ശരിക്കും ഇന്നത്തെ മാച്ച്. പക്ഷെ എന്തായാലും ആ ഒരു ഡീസന്റ് ടോട്ടലിലോട്ട് എത്തിച്ച ശരിക്കും മാർക്കസ് സ്റ്റോയിനിസ് തന്നെയാണ്. കഴിഞ്ഞ മാച്ചിൽ ഞാൻ 264 എടുത്തിട്ട് 265 ചേസ് ചെയ്ത സമയത്ത് പഞ്ചാബിന്റെ ഒരു ഡിസ്കഷനൊക്കെ ഇട്ട സമയത്ത് ഒരാൾ കമന്റ് ഇട്ടായിരുന്നു, സ്റ്റോയിനിസും കൂടി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ സ്ഥിതി എന്നുള്ളത്. കാരണം ആ സമയത്ത് ബാറ്റിങ്ങിനുള്ളൊരു അവസരം ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ ഏകദേശം കളി തീർന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ എന്തായാലും സംഭവം സത്യമാണ്. കാരണം ഇന്നാൾ ആ ഒരു കറക്റ്റ് ടൈമിൽ ഇറങ്ങിയിട്ട് അടിക്കേണ്ട രീതിയിൽ അടിച്ചത് കൊണ്ടാണ് ആ ഒരു സ്കോറിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഇന്നത്തെ ലാസ്റ്റ് ഓവർ വരെ മാച്ച് നീണ്ടുപോയത്. ശരിക്കും ഇന്നത്തെ മാച്ചിലെ RRന്റെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. കാരണം അത് പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ബർഗർ 4 ഓവറിൽ, അതായത് 24 ബോളിൽ 59 റൺസ് കൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ, അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര അബദ്ധമായിരുന്നു ശരിക്കും ബോളിംഗ്. പ്രഭ് സിമ്രാനും ബർഗറും തമ്മിൽ നോക്കുന്ന സമയത്ത് സ്ട്രൈക്ക് റേറ്റിൽ നമ്മുടെ ബർഗറാണ് കേട്ടോ മുന്നോട്ട് നിൽക്കുന്നത്. ശരി, RRന് മോശമാണെങ്കിൽ പഞ്ചാബിന് നല്ലതായിരുന്നു കേട്ടോ. ബാക്കി ബോൾ എറിഞ്ഞ് എല്ലാവരും ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു എക്കണോമിയിലാട്ടോ ബോൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. ആർച്ചറിന് ഒരു വിക്കറ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഋതുരാജ് പുഞ്ച 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജ എന്നത്തെയും പോലെ തന്നെ എക്കണോമി കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചാണ് എറിഞ്ഞത്. പക്ഷേ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 8 ആണെന്ന് എക്കണോമി ഉണ്ടായിരുന്നു. ചേസിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് കിട്ടിലൻ സ്റ്റാർട്ടിംഗ് തന്നെയാണ് ശരിക്കും വൈഭവ് സൂര്യവംശി. എന്നത്തെയും പോലെ വൈഭവ് സൂര്യവംശി ഇന്നും തുടങ്ങി കൊടുത്തത്. 16 ബോളിൽ 43 റൺസ്, ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു 50 അവിടെ പോയി. പക്ഷെ എന്നാലും ആള് കിട്ടിലായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തുടക്കം എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ആ ഒരു മാച്ചിൽ എപ്പോഴും കൊടുക്കുന്നൊരു തുടക്കം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മാച്ചും ജയിക്കുന്നതിൻ്റെ അകത്ത്. അത് നമ്മളിപ്പം അടുത്തുള്ള 1-2 ടീമുകളുടെ മാച്ച് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. തുടക്കം നന്നായാൽ മാത്രമേ ഒടുക്കവും നന്നാവുള്ളൂ എന്നുള്ളത്. 5 6 3 4 അടിച്ച് 16 ബോളിൽ 43 റൺസ്, 260 മേലെ സ്ട്രൈക്ക് റേറ്റ്. അത് സൂര്യവംശി എപ്പോഴും ആ ഒരു ടോപ്പ് സ്കോറർ ബോർഡിൻ്റെ അകത്ത്
ആള് ജയിക്കുന്ന മാച്ചസിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിക്കൊന്ന് തോക്കുന്ന മാച്ചസിൽ മാത്രം ആളില്ലാണ്ടുള്ളൂ. അപ്പൊ തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് രാജസ്ഥാൻ ചില മാച്ചുകളിൽ തോക്കുന്നത് എന്നുള്ളത്. സൂര്യവംശിയുടെ കൂടെ തന്നെ നമ്മുടെ ജയ്സ്വാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 27 ബോളിലാണ് 51 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ റിയാൻ പരാഗും 16 ബോളിൽ 29 റൺസ് എടുത്ത് അധികം ബോളുകൾ വേസ്റ്റ് ചെയ്യാണ്ട് പോയി. ഈ ഒരു 4 വിക്കറ്റ് പോയതിനു ശേഷം കളി ചെറുതായിട്ടൊന്ന് പഞ്ചാബ് പിടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു അതായത് പിടിച്ചില്ല എന്ന് പറയാം, പക്ഷെ എന്നാലും ചെറിയൊരു നമ്മൾ പറയില്ല ഒരു ചൂണ്ടയിട്ട് ഒന്ന് ഹുക്കിട്ട് വെച്ചൊരു സ്റ്റേജിൽ പഞ്ചാബിന്റെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് 4 വിക്കറ്റ് പോയ സമയത്ത്. പക്ഷെ അതിനുശേഷം വന്ന 2 പ്ലേയേഴ്സ് അവരാണ് ഇന്നത്തെ കളിയുടെ ഗെയിം ചേഞ്ച് ചെയ്ത ആൾക്കാർ. കാരണം നമ്മുടെ ഫെരേര ആണെങ്കിലും ശുഭം ഡൂബെ, 2 പേരും കറക്റ്റ് ടൈമിൽ അത്രയും കൂളായിട്ട് പ്രഷറോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ആ ഒരു അടിക്കുന്ന അടിക്കൊക്കെ കറക്റ്റായിട്ട് അളന്ന് മുറിച്ചുള്ള അടിയായിരുന്നു. അടിക്കേണ്ട ഹിറ്റേഴ്സും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിംഗിൾസും ഡബിൾസ് ഒക്കെ എടുത്തുകൊണ്ട് ആ ഒരു കളിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ശരിക്കും രാജസ്ഥാനെ വിജയിപ്പിച്ചത് അവർ തന്നെയാണെന്ന് പറയാം. ആ ഒരു പാർട്ട്ണർഷിപ്പ്, കിടിലൻ പാർട്ട്ണർഷിപ്പ്. എങ്ങനെയാണ് ഒരു പ്രഷർ സിറ്റുവേഷനിൽ മാച്ച് കളിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തന്ന ഒരു പ്ലെയർ ആയിരുന്നു ശരിക്കും ഫെരേര. 26 ബോളിലാണ് 52 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 6ഉം 6 4ഉം. അതായത് ആ ഒരു ഗ്രൗണ്ട് ഷോട്ട് കളിക്കേണ്ട സ്ഥലത്ത് ഗ്രൗണ്ട് ഷോട്ട് തന്നെ കളിച്ച്, പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല. സ്ട്രൈക്ക് റേറ്റ് ആളുടെ കുറയാത്തോണ്ട് തന്നെ ആ ഒരു റൺ റേറ്റ്, റെക്കോർഡ് റൺ റേറ്റ് അധികം കൂടാത്ത രീതിയിൽ ആള് പിടിച്ചു നിന്നുകൊണ്ട് തന്നെ ഒരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ചാണ് ശരിക്കും ഫെരേരയുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് 1-2 മാച്ചസിൽ കാണുന്നുണ്ട് കേട്ടോ. ഫെരേര നല്ലൊരു പ്ലെയർ ആണ്. കാരണം ആള് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ കറക്റ്റായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും RRന് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായ ഒരു മെയിൻ പ്രശ്നം തന്നെ ഫിനിഷിംഗ് ആയിരുന്നു. ആൻഡ് ഇത്തവണ സ്റ്റാർട്ടിംഗ് മുതലേ ഓപ്പണിംഗ് ഗംഭീരാണ്. ആൻഡ് ഇപ്പൊ കുറച്ച് മാച്ചസ് ആയിട്ട് ഫിനിഷിംഗും നന്നായിട്ട് വരുന്നുണ്ട്. ഫെരേരയ്ക്ക് കറക്റ്റ് സപ്പോർട്ട് കൊടുത്ത ഒരാളായിരുന്നു നമ്മുടെ ശുഭം ഡൂബെ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ആൾ വന്നത്, പക്ഷെ ആ ഒരു മാച്ചിലും കറക്റ്റ് ഇമ്പാക്ട് RRന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 12 ബോളിൽ 31 റൺസ്, 250 മേലെ സ്ട്രൈക്ക് റേറ്റ്. അത് മാത്രമല്ല 2 6ഉം 3 4ഉം ആൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫെരേരയ്ക്ക് കളിക്കാനുള്ള ഒരു കറക്റ്റ് ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ശുഭം ഡൂബെ. പ്രഷർ അധികം അങ്ങോട്ട് കൊടുക്കാതെ രണ്ടുപേരും ഈക്വലി ആ ഒരു പ്രഷറിനെ ഡിവൈഡ് ചെയ്ത് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ആ ഒരു സ്കോർ ചേസ് ചെയ്ത് കറക്റ്റായിട്ട് ജയിക്കേണ്ട ആ ഒരു സ്റ്റേജിലോട്ട് അവർ രണ്ടുപേരും കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. വെൽ പ്ലേഡ്. കാരണം ഇന്നത്തെ കംപ്ലീറ്റ് ക്ലാപ്പ് കിട്ടേണ്ട പ്ലേ ആണ് ശരിക്കും അവർ രണ്ടുപേരും കളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഓക്കെ, ഫെരേരനെ നമ്മൾ അടിപൊളി പ്ലെയർ ആണ്, എല്ലാം കളിച്ചു എന്നൊക്കെ പറയാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണറും കൂടി ഗംഭീരമായിട്ട് കളിക്കുമ്പോഴാണ് ആ ഒരു മാച്ച് ജയിക്കാൻ പറ്റുന്നത്. നമ്മൾ ഇതിന് മുന്നേ 1-2 മാച്ചസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ഡേവിഡ് മില്ലറിന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഫിനിഷിംഗിന്റെ പോയിന്റിൽ എത്തുന്ന സമയത്ത് അവർ ഒറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ആരെങ്കിലും ഒരാൾ കൂടെ വേണം ആ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അത് ഇന്ന് കറക്റ്റായിട്ട് ശുഭം ഡൂബെക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെർഫെക്റ്റ് പ്ലെയേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. നേരത്തെ പഞ്ചാബ് കിങ്സിന് RRന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ബോളർ ഉണ്ടായിരുന്നല്ലോ, ബർഗർ. അതുപോലെ പഞ്ചാബിന്റെ ഭാഗത്തുനിന്ന് നല്ല കോൺട്രിബ്യൂഷൻ 2 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരാളല്ല, 2 പേര്. നമ്മുടെ അർഷദീപ് സിംഗും അതുപോലെ തന്നെ ലോക്കി ഫെർഗുസൺ. അർഷദീപ് 4 ഓവറിൽ 68 റൺ കൊടുത്ത സമയത്ത് ലോക്കി ഫെർഗുസൺ 4 ഓവറിൽ 57 റൺസ് കൊടുത്തു. അതായത് 2 പേര് 50 അടിച്ച് കൊടുത്തു എന്നറിയാം. അതും നല്ല സ്ട്രൈക്ക് റേറ്റിൽ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അതിൽ അർഷദീപാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു വിക്കറ്റ് അർഷദീപ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫെർഗുസൺ ഒരു വിക്കറ്റ് പോലും എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം. ഇവർ 2 പേരും കൊടുത്ത റൺസ് ശരിക്കും ഇന്നത്തെ മാച്ചിന് പഞ്ചാബിന് ലോസ് ആവാനുള്ള ഒരു മെയിൻ കാരണം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ ഇതുവരെ അൺബീറ്റൻ ആയിട്ട് നിൽക്കുന്ന പഞ്ചാബാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും തോറ്റത്. അതുകൊണ്ട് ഇവർ അത്രയും ബാഡ് ബോളേഴ്സ് ആണെന്നൊന്നും പറയുന്നില്ല. ചില ദിവസങ്ങൾ ഉണ്ടാവും, ചില പിച്ചസ് ഉണ്ടാവും, ചില മാച്ചസിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷെ അർഷദീപിന് ഇപ്പം അടുത്തായിട്ട് കുറച്ച് റൺസ് കൊള്ളുന്നുണ്ട് കേട്ടോ, നമ്മുടെ ബർഗറിനെ പറഞ്ഞ പോലെ. ആൻഡ് പഞ്ചാബിൽ ഇതിന് മുന്നേ ബാട്ട്ലെറ്റ് ആയിരുന്നുണ്ടായിരുന്നു. ബാട്ട്ലെറ്റും കണക്കന്നെയാണ്, കഴിഞ്ഞ മാച്ചിലൊക്കെ അത്യാവശ്യം റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇന്നത്തെ ഒരു 4 ബോളും കൂടി എറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മാർക്കയാനിസനും ഇവരുടെ ആ ഒരു ലിസ്റ്റിൽ എത്തിയെന്നെ കേട്ടോ. കാരണം 3.2 ഓവർ എറിഞ്ഞപ്പോൾ തന്നെ 41 റൺസ് കൊണ്ടിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചിലപ്പം ആ ഒരു ലിസ്റ്റിലോട്ട് പോകേണ്ട ഒരാളായിരുന്നു ശരിക്കും മാർക്കയാനിസൻ. അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്ത് നമ്മളെ യുസ്വേന്ദ്ര ചാഹൽ തന്നെയാണ്. അത് ആള് ആ ഒരു എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെ, അത് മാത്രമല്ല ആ ഒരു 3 വിക്കറ്റും ആളെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രാറിന് വിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു 4 ഓവർ ഗംഭീരമായിട്ട് ആ ഒരു എക്കണോമി പിടിച്ചുകൊണ്ടുള്ള, ഏറ്റവും ഇന്ന് എക്കണോമി കുറഞ്ഞ രീതിയിൽ ബോൾ ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രാറിനെയാണ്. എന്തായാലും അടുത്ത മാച്ചിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അത്രേ ഉള്ളൂ.